മത്തനില വെച്ചിട്ട് നല്ലൊരു താളിപ്പ് തയ്യാറാക്കാം. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ മുരിങ്ങയിലൊക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേങ്കിൽ മുരിങ്ങയില നമുക്ക് കർക്കിടക മാസത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും ഏത് മാസം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ചൂടാകുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 3-4 ചെറിയ ഉള്ളി ചതച്ചതും ചേർക്കാം. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി ചതച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചതച്ച് ചേർക്കുമ്പോഴാട്ടോ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു താളിപ്പ് എന്ന് പറയുന്നത് അധികം എരിവില്ലാത്തൊരു കറിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പിന്നെ അതെല്ലാം മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് ചേർക്കുന്നത്. കഞ്ഞിവെള്ളം ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ തിളവരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഈ ഒരു സമയം കുറച്ച് ചേർത്താൽ മതി. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയേ. തിള വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 5-6 മത്തനില ഒന്ന് അരിഞ്ഞത് ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. മത്തനിലക്ക് സാധാരണ മുരിങ്ങയില പോലെയല്ല, കുറച്ചധികം വേവുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഏത് ഇല വെച്ചിട്ടും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. പക്ഷേങ്കിൽ മുരിങ്ങയിലയും മത്തനിലയും കൊണ്ട് തയ്യാറാക്കുന്നതിൻ്റെ അത്ര ടേസ്റ്റ് ബാക്കിയുള്ള ചീരയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ തോന്നിയിട്ടില്ല. അപ്പോൾ മത്തനിലയൊക്കെ ഈ ഒരു മഴ സമയത്ത് നമുക്ക് ഒരുപാട് കിട്ടുന്നതായിരിക്കുമല്ലേ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക. അതുപോലെ വേറെ പൊടികളെ ആവശ്യമൊന്നുമില്ല ഇതിൽ. നല്ല ടേസ്റ്റി ആയിട്ട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയാവും കഴിക്കാൻ വേണ്ടി. അപ്പോൾ നല്ലപോലെ തിളച്ച് നല്ലോണം വെന്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മളെ മത്തനില താളിപ്പ് റെഡിയായി. സാധാരണ കർക്കിടക മാസത്തിൽ നമ്മൾ 10 ഇല തോരൻ വെച്ച് കഴിക്കാറുണ്ടല്ലേ. അതിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഇലയാണ് ഈ ഒരു മത്തനില. അപ്പോൾ ഈ ഒരു സമയത്ത് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊരു റെസിപ്പി തയ്യാറാക്കി നോക്കുക. പലർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും, അറിയാത്തവർക്കും കൂടി വേണ്ടിയിട്ടാട്ടോ ഷെയർ ചെയ്യുന്നത്.